നമ്മൾ വളരെ മഹത്തായ ഒരു സദസ്സിലാണ് ഉള്ളത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിൽ, അനുഗ്രഹീതമായ ദിവസത്തിൽ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടെ ഇരിക്കുന്നവരാണ് നമ്മൾ. ഇഅ്തികാഫിന്റെ നിയ്യത്ത് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് വെക്കാൻ മറക്കരുത്. അല്ലാഹുവിന് വേണ്ടി ഞാൻ ഈ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നു എന്ന് കരുതി നമ്മൾ ഇരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിന് വളരെ മഹത്വം കൽപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ ലോകത്ത് തന്നെ പടക്കാൻ കാരണമായ, ഈ ലോകത്തിന് റഹ്മത്തായി അല്ലാഹു തആല നമ്മിലേക്ക് പറഞ്ഞയച്ച പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് അവിടുത്തെ മദ്ഹുകൾ പാടുകയും പറയുകയും ചെയ്യുന്ന സദസ്സാണ്. ഒരിക്കലും ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ആളുകൾക്ക് ഇതിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോവുകയില്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സദസ്സാണ്. അല്ലാഹു തആല അത്തരം അവൻ കബൂൽ ചെയ്യുന്ന ഒരു സദസ്സാക്കി നമ്മുടെ സദസ്സിനെ മാറ്റട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്കറിയാം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുകഴ്ത്തപ്പെടുന്ന, പ്രശംസിക്കപ്പെടേണ്ട ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളിലെല്ലാം നമുക്ക് മാതൃകയാണ്. അതാണ് അങ്ങനെയുള്ള നേതാവ് എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക? ഒരു കൂലിപ്പണിക്കാരനാണെങ്കിൽ അവിടെ നമുക്ക് പാഠമുണ്ട്. ഒരു മുതലാളിയാണ്, അതായത് കൂലിപ്പണി എടുത്ത് അയാൾക്ക് ശമ്പളം കൊടുക്കുന്ന അല്ലെങ്കിൽ കൂലി കൊടുക്കുന്ന സമയത്ത് അവിടെയും നമുക്ക് മാതൃകയും. ഒരു ആട്ടിടയനാണ്, അവിടെയും മാതൃകയും. ഒരു ഭർത്താവാണ്, അവിടെ നമുക്ക് മാതൃകയും. ഉപ്പയാണ്, അങ്ങനെ ഏതൊരു മേഖലകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും നമുക്ക് മാതൃക കാണാൻ. ഈ ലോകത്തേക്ക് നബിയെ അങ്ങയെ നാം നിയോഗിച്ചത് ലോകർക്ക് റഹ്മത്തായിട്ട്, കാരുണ്യമായിട്ട്. കരുണയില്ലാത്ത മനസ്സിന് ഒരിക്കലും അല്ലാഹുവിന്റെ മുന്നിൽ നാളെ രക്ഷപ്പെടാൻ കഴിയുക എന്നുള്ളത്. കരുണ അല്ലാഹു സുബ്ഹാനഹു വ തആല 100 ജുസുകളായിട്ട്, 100 ഭാഗങ്ങളായിട്ട് അതിൽ ഒരൊറ്റ ഭാഗമാണ് നമ്മുടെ ദുനിയാവിലേക്ക് അല്ലാഹു തആല നൽകിയത്. ബാക്കി 99 നമുക്ക് നൽകുന്നത് ആഖിറത്തിൽ വെച്ചാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ തന്നെ ഇതിന്റെ റഹ്മത്ത് എത്രയാണ്. നമ്മുടെ ഉമ്മ നമ്മളോട് ചെയ്യുന്ന റഹ്മത്ത്, അതുപോലെ തന്നെ ജീവജാലങ്ങൾ പരസ്പരം ചെയ്യുന്ന റഹ്മത്തുകൾ നമ്മൾ കാണുന്നതാണ്. ഇങ്ങനെയുള്ള റഹ്മത്തിന്റെ കൂട്ടത്തിൽ ഒരൊറ്റ റഹ്മത്ത് കൊണ്ടാണ് നമ്മൾ ഈ അനുഭവിക്കുന്നത്. ഒരു ആട് പ്രസവിച്ചതിന്റെ കുഞ്ഞിന് പാലൂട്ടുന്ന സമയത്ത് കാലകത്തി വെച്ച് കൊടുക്കുന്നത് അല്ലാഹു നൽകിയ ഈ ഒരൊറ്റ റഹ്മത്തിന്റെ ഫലമായിട്ടാണ്. നമുക്കറിയാം, വലിയ ദുരന്തമുണ്ടായ സമയത്ത് വലിയൊരു കൊമ്പനാനെയാണ് അവിടെ ഒരു കുടുംബത്തിന് കാവൽ. അത് ആ മൃഗത്തിന് അല്ലാഹു തോന്നിച്ച റഹ്മത്താണ്. ഇതൊക്കെ ആ ഒരൊറ്റ റഹ്മത്തിന്റെ ഭാഗമാണ്. അപ്പൊ നമുക്ക് റഹ്മത്ത് അല്ലാഹുവിൽ നിന്ന് അനുഭവിക്കാൻ പോകുന്നത് ആഖിറത്തിലാണ്. അങ്ങനെ ആഖിറത്തിൽ റഹ്മത്ത് അനുഭവിക്കാനുള്ള വലിയ ഒരു മാർഗമാണ് ഈ റഹ്മത്തുൽ ആലമീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ, അവരുടെ സ്നേഹം കൊണ്ട് നമ്മൾ പാടുകയും പറയുകയും ചെയ്യുക എന്നുള്ളത്. ഒരു കച്ചവടക്കാരൻ എന്ന നിലക്ക്, ഒരു ബിസിനസ്സുകാരൻ എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയായി. ഒരു കച്ചവട പാരമ്പര്യമുള്ള ഒരാളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ വല്യപ്പ അബ്ദുൽ മുത്തലിബ്, അതുപോലെ തന്നെ അവിടുത്തെ മൂത്താപ്പ അബൂ ത്വാലിബ്, അബ്ദുല്ല, ഇവരൊക്കെ വ്യാപാരികളായിരുന്നു, കച്ചവടക്കാരായിരുന്നു. ഇതൊക്കെ നമുക്കറിയാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമിന ബീവി ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് വ്യാപാരത്തിന് പോയി തിരിച്ചു വരുമ്പോൾ വഴിയിൽ വെച്ച് വഫാത്തായി. ഇതൊക്കെ നമുക്കറിയാവുന്ന സംഭവമാണ്. ചെറുപ്രായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്താപ്പയുടെ കൂടെ ചെറുപ്രായത്തിൽ തന്നെ കച്ചവടത്തിന് പോയിട്ടുണ്ട്. അത് പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്ങനെ കച്ചവടം നടത്തണം, കച്ചവടം എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ അല്ലെങ്കിൽ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്ന ഉപാധി, അതിനെ പറ്റുന്ന ഉപാധികളിൽ ഏറ്റവും മികച്ചതായി കണക്കാക്കിയത് വ്യാപാരമാണ്, കച്ചവടമാണ്.
ഈ കച്ചവടം ഏറ്റവും നല്ലതായതുകൊണ്ട് തന്നെ അതിന്റെ നിയമങ്ങളൊക്കെ തെറ്റിച്ച് വടക്കായി കഴിഞ്ഞാലോ ഏറ്റവും മോശമാണ്. അതെല്ലാതും തന്നെ. ഇപ്പം ജീവജാലങ്ങളുടെ കൂടുതൽ മനുഷ്യരുടെ അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ കൂടുതൽ ഏറ്റവും ഉത്കൃഷ്ടമായ ജീവി മനുഷ്യനാണ്. ഈ മനുഷ്യൻ മോശമായ സ്വഭാവം, മോശമായ മൃഗത്തെക്കാൾ മോശമാണ്. ഇനി മരണപ്പെട്ടാലും തന്നെയാണ്. ഏതൊരു ജീവി മരണപ്പെട്ട് അത് 2-3 ദിവസം കഴിയുമ്പോൾ അത് ജീർണിച്ചു കഴിഞ്ഞാൽ അതിന്റെ വാസനയേക്കാൾ കടുത്ത വാസനയായിരിക്കും ഏത് മനുഷ്യർ മരിച്ച് അങ്ങനെ ജീർണിച്ചു കഴിഞ്ഞാലുണ്ടാവും. അപ്പൊ ഏത് സമയത്തും തന്നെ ഏറ്റവും നല്ലത് വടക്കായാലാണ് ഏറ്റവും വലിയ വടക്കാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനുഷ്യത്തിൽ നമ്മുടെ ബിസിനസ് വ്യാപാരമാണ് ഏറ്റവും മികച്ചതായി നിൽക്കുന്നത്. അത് മോശമായി കഴിഞ്ഞാൽ അപകടമാണ്, സൂക്ഷിക്കണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു പാഠമാണ്. നമുക്കറിയാം, ഒരു വ്യാപാരം നടന്നതിലൂടെ ഒരുപാട് ലാഭം കൊയ്തത് കൊണ്ടാണ് ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്യാണം കഴിച്ചത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അതിന്റെ ഒരു സംഭവം വറഖത്ത് ബിൻ നൗഫൽ ഖദീജ ബീവിയുടെ ആങ്ങളയാണ്. ഖദീജ ബീവി നമ്മുടെ ഉമ്മ. ഖദീജ ബീവി മുമ്പ് വറഖത്ത് ബിൻ നൗഫൽ അവരുടെ കേട്ടിട്ടുണ്ട്, മക്കയിൽ ഒരാൾ ജനിക്കുന്നുണ്ട്, ഒരു പ്രവാചകന് വരാനുണ്ടല്ലോ. അതവർ ഇഞ്ചിയിലൂടെ കേട്ട് പോരാണ്. ഒരു പ്രവാചകൻ വരാനുണ്ട്, അവസാനമായിട്ട് പ്രവാചകൻ വരാനുണ്ട്. അവരെങ്ങനെ കാത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ മക്കയിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്, ജനിച്ചിട്ടുണ്ട് എന്ന് ഖദീജ ബീവിയോട് വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് ചെറിയൊരു സൂചന, അന്ന് അൽ അമീൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരൊറ്റ ആളുണ്ട്. എല്ലാവരും മിക്കവാറും ആളുകളൊക്കെ അന്ന് തെമ്മാടികളാണ്. നമുക്കറിയാം ജാഹിലിയ്യ കാലം. അപ്പൊ അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ വിശേഷപ്പെട്ട നല്ല സ്വഭാവമുള്ള ഒരു യുവാവിനെ കുറിച്ച് ചേർക്കാനിടയായി. അങ്ങനെയാണ് ഖദീജ ബീവി ഒരു പരീക്ഷണം നടത്താൻ വേണ്ടി, നമ്മൾ മനസ്സിലാക്കണം, ഒരു പരീക്ഷണം നടത്താൻ വേണ്ടി ഈ കച്ചവട സംഘത്തിൽ, അതായത് ഖദീജ ബീവി വലിയ സമ്പത്തിന്റെ ഉടമയായിരുന്നു, വലിയ വ്യാപാരിയായിരുന്നു. ആളുകളെ ഏൽപ്പിച്ച് കച്ചവട സ്ഥലത്ത് മക്കയിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് വ്യാപാരം നടത്തി അതിൽ വലിയ ലാഭം കൊയ്ത് അങ്ങനെ വലിയ മുതലാളിയായ ആളാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു കച്ചവട സംഘത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷണിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് പോണ സമയത്തും വരുന്ന സമയത്തും എന്തെങ്കിലുമൊക്കെ നടക്കുന്ന പ്രത്യേകമായ അത്ഭുതങ്ങൾ അറിയാറുണ്ട്. ഒരു പ്രവാചകനാണെന്ന് അറിയണമല്ലോ. അതിനുവേണ്ടി മൈസറത്ത് എന്ന ഒരു അടിമയെ കൂടെ നിശ്ചയിച്ചു, എല്ലാ നീക്കുപോകുകളും ശ്രദ്ധിക്കാൻ വേണ്ടി. അങ്ങനെ പോയി യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ കച്ചവട ചരക്ക് മുഴുവൻ എന്തായിട്ടുണ്ട് ഒക്കെ ചെലവഴിച്ചു കഴിഞ്ഞു. തങ്ങളുടെ ആ കച്ചവടത്തിന്റെ പാരമ്പര്യമാണ്. എത്തുന്നതിന് മുമ്പ് തന്നെ എന്നാലും നമ്മൾ ചെയ്യുന്നത് പോലെ അല്ല ചെയ്തത്. നമ്മളൊക്കെ പറയാം, അതാണ് ഞാൻ പറഞ്ഞത്, കേടന്നാൽ ഏറ്റവും ഹറാമായ സമ്പാദ്യം കച്ചവടത്തിലൂടെ കിട്ടുന്നതോ പിന്നെ നമ്മുടെ കുടുംബത്തെ നമ്മളൊക്കെ ഭക്ഷിക്കുന്നത് ഹറാമാണ്. നമ്മളൊരു മൊബൈൽ ഷോപ്പ് ആണെങ്കിൽ മൊബൈൽ ഷോപ്പിൽ പലപ്പോഴും മൊബൈൽ എടുത്തിട്ട് ഇത് ഇത്ര ഹറാമാണ്, അതിന്റെ എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കസ്റ്റമറോട് സംസാരിക്കുന്നത്. എന്നാൽ അതിന്റെ നെഗറ്റീവ്സുകളാണ് പറയുന്നത്. ഇത് ഇങ്ങനെയാണ്, ഇത് ഇത്ര കാലമായി സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട് അതുപോലെ ഇത് പിന്നെ കേടുവരുമോ അങ്ങനത്തെ സംശയങ്ങളൊക്കെ പറഞ്ഞു ആലോചിച്ചു. അതിന്റെ പോരായ്മകൾ, വരാൻ സാധ്യതയുള്ള പോരായ്മകൾ പറഞ്ഞിട്ടാണ് ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ചരക്കുകൾ മുഴുവൻ ചെലവഴിച്ചു കഴിഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് മക്കത്തില്ലാത്ത കുറെ ചരക്കുകൾ വാങ്ങി മക്കയിലേക്ക് തിരിച്ച് യാത്ര ചെയ്യാൻ സാധിക്കും. അവിടെ എത്തുമ്പോഴേക്കും അതും ചെലവ് വമ്പിച്ച ലാഭം കൊയ്തുകൊണ്ടാണ് വരുന്നത്. ഈ യാത്രയ്ക്ക് നമുക്കറിയാം ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. മേഘം തമരിട്ടതും അതുപോലെ ഒരു ക്രിസ്ത്യൻ പുരോഹിതനെ കണ്ട് പല സംസാരങ്ങളുണ്ടാക്കി ഒക്കെ മൈസറത്ത് നോട്ടിയിരുന്നു, ഒക്കെ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് ഖദീജ ബീവിയോട് പറഞ്ഞപ്പോഴാണ് ഇത് തന്നെയാണ് ഞങ്ങൾ കാത്തിരുന്ന ആ പ്രവാചകൻ എന്ന് മനസ്സിലാക്കിയിട്ടാണ് പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചതും അതുപോലെ കല്യാണം ഉണ്ടാകുന്നതും ഇസ്ലാം മതം സ്വീകരിച്ചതും അതുപോലെ തന്നെ സമ്പത്ത് മുഴുവൻ ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചതും. ഇങ്ങനെ സംഭവത്തിന് പിന്നിലുണ്ട്, ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ സഹാബത്തിന്റെ കൂട്ടത്തിൽ തങ്ങളെ കണ്ട് പഠിച്ച് മനസ്സിലാക്കിയ ഒരുപാട് വ്യാപാരികൾ ഉണ്ടായിരുന്നു. തുണിക്കച്ചവടക്കാരനായിരുന്നല്ലോ. വഫാത്തിന് ശേഷം വ്യാപാരത്തിന് പോകുമ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടു മുടക്കിയതാണ്. ഇനി രാജ്യകാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ ബഹുമാനപ്പെട്ടവരെ? അതുകൊണ്ട് തന്നെ അങ്ങ് ഈ കച്ചവടത്തിന് പോകരുത്. അതുകൊണ്ട് ബൈത്തുൽ മാലിൽ നിന്ന് നിങ്ങൾക്ക് ജീവിക്കാൻ ഉതകുന്ന ഒരു വിഹിതം, ഒരു ശമ്പളം നിങ്ങൾ പറ്റണം എന്ന് പറഞ്ഞ് അങ്ങനെ
നിർബന്ധിച്ചിട്ടാണ് കച്ചവടം നിർത്തി വെച്ചത്. അതുപോലെ തന്നെ കച്ചവടത്തിൽ ഏറ്റവും അറിയപ്പെട്ട സഹാബി, ലോകം അറിയപ്പെട്ട സഹാബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളായിരുന്നു. മഹാനവറുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സമയത്ത് വെറും കയ്യോടുകൂടെ നമുക്കറിയാലോ, ഒന്നും എടുക്കാതെയാണ് മിക്ക സഹാബികളും പോയിട്ടുള്ളത്. അങ്ങനെ അവിടെ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാറുകളോട് ഇവരെ പരിചയപ്പെടുത്തി അവരെ സഹായിക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ്. രാത്രി ഓരോ സഹാബത്തിനും ഓരോ മുഹാജിറിനെയും ഓരോ അൻസാറിനെ ഏൽപ്പിച്ചുകൊണ്ട് അവർ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ അവിടെ വെച്ച് ഭക്ഷണം കഴിച്ച് ഒരു ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ പറഞ്ഞയച്ചത് സഅദ് ഇബ്നു റബീഅ എന്ന ഒരു അൻസാരിയുടെ ഒരു സഹാബിയുടെ കൂടെയാണ് പറഞ്ഞയച്ചത്. അവിടെ വെച്ച് രാത്രി ഭക്ഷണമെല്ലാം കഴിച്ചു സ്വസ്ഥമായി ഇരിക്കുന്ന സമയത്ത് പറഞ്ഞു, അല്ലെങ്കിൽ മഹാനവരുകളെ, എനിക്ക് 2 തോട്ടങ്ങളുണ്ട്, മനോഹരമായ 2 തോട്ടങ്ങളുണ്ട്. അതിൽ നാളെ നമുക്ക് ഇൻഷാ അല്ലാഹ് രാവിലെ 2 തോട്ടവും ഒന്ന് നടന്ന് കാണണം. എന്നിട്ട് അതിൽ ഏത് തോട്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ അത് നിങ്ങളുടെ പേരിൽ ഞാൻ രജിസ്റ്റർ ചെയ്തു തരാം. ആലോചിച്ചോ? അങ്ങനെ പറഞ്ഞു. പക്ഷേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ കച്ചവടക്കാരനാണ്, കച്ചവട മൈൻഡുള്ളതാണ്. അതുകൊണ്ട് പറഞ്ഞത് എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഇവിടെ അങ്ങാടിയിൽ കച്ചവടം നടക്കുന്നത്, നല്ല കച്ചവടം നടക്കുന്നത് അങ്ങാടി കാണിച്ചു തന്നാൽ മതി. അങ്ങനെ കയ്യിലുള്ള തുട്ടുകൊണ്ട് ചെറിയൊരു സാധനം വാങ്ങി അത് അദ്ദേഹം കച്ചവടത്തിൽ സമർത്ഥനായത് കൊണ്ട് തന്നെ അത് വിറ്റു, അത് ലാഭം കിട്ടി. അതുകൊണ്ട് വേറെ ചരക്ക് വാങ്ങി വീണ്ടും കച്ചവടം ചെയ്തു. അങ്ങനെ കച്ചവടം ചെയ്ത് വലിയ മുതലാളിയായി മാറി. ഇങ്ങനെയാണ് ചരിത്രത്തിൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് 9 ഭാര്യമാരുണ്ടായിരുന്നു. ഇവരുടെ ചെലവ് നടത്തണ്ടേ? ഇവരുടെ ചെലവ് നടത്തിയ മരണം വരെ ഇവരുടെ ചെലവ് നടത്തിയ എല്ലാ കാര്യങ്ങളും ചെലവ് നടത്തി പോന്നിരുന്നത് ഈ മുതലാളിയായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളായിരുന്നു. അത്രയും വലിയ മുതലാളിയായിരുന്നു. കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല മദീനത്ത് ചെല്ലുന്ന സമയത്ത്. എന്നിട്ട് കച്ചവടമില്ല. അതാണ് കച്ചവടത്തിലെ തങ്ങൾ ഒരുപാട് സംസാരിച്ചു. അതുപോലെ തന്നെ പല എല്ലാ മേഖലകളിലും നമുക്കറിയാം, നമുക്ക് വെറുതെ കിട്ടുന്ന ഒരു സംഗതിയാണ് നമ്മുടെ സദഖയാണ് പുഞ്ചിരി, അല്ലെ? ഈ പുഞ്ചിരി ശരിക്കും പഠിപ്പിച്ചു തന്നതാണ് ത്വലാഖത്തുൽ വജ്ഹ്, മുഖപ്രസന്നത. അത് തന്നെയാണ് പുഞ്ചിരി. 2 തരത്തിലുള്ള ചിരിയുണ്ട്. പുഞ്ചിരിന്റെ തബസ്സുമുണ്ട്, ലഹ്ക് എന്ന് പറയുന്നത് പൊട്ടിച്ചിരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പൊട്ടിച്ചിരിച്ചിട്ടില്ല എന്നതാണ്. ഒരിക്കലും പൊട്ടിച്ചിരിച്ചില്ല, എപ്പോഴും പുഞ്ചിരിയാണ്. ആ ഒരു പുഞ്ചിരി നമുക്ക് സമ്മാനിച്ചത് അതൊരു സദഖയാണെന്നുള്ളത്. സലാം പറയൽ നമുക്ക് 2 ആളുകൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയൽ ഒരൊറ്റ ചാൻസ് മാത്രമേ ഉള്ളൂ, സലാം പറയാൻ. പക്ഷെ പുഞ്ചിരി അങ്ങനെയല്ല. കണ്ടുമുട്ടി നമ്മൾ പിരിയുന്നത് വരെ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ആൾ സദഖ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് മേഖലയിൽ പറയുകയാണെങ്കിൽ പറഞ്ഞാൽ തീരൂല. ഏതൊരു മേഖല എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മംദൂഹായ, അതായത് നമുക്ക് പുകഴ്ത്തപ്പെടാൻ പറ്റുന്ന പ്രശംസനീയമായ ഏതൊരു മേഖല എടുത്ത് പരിശോധിച്ച് നോക്കിയാലും നമുക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയുണ്ട് എന്നതാണ്. അപ്പൊ അവിടുത്തെ നമ്മുടെ സ്വന്തം ശരീരത്തെക്കാൾ, നമ്മുടെ മാതാപിതാക്കളെക്കാൾ, ഭാര്യയെക്കാൾ, മക്കളെക്കാൾ നമുക്കൊരു പക്ഷെ ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്നാൽ അങ്ങനെ നമ്മൾ സ്നേഹിച്ചാൽ മാത്രമേ നമ്മൾ പരിപൂർണ്ണ മുഗ്മിനാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കും. കാരണം നമ്മൾ മരണപ്പെട്ട് നാളെ മാഷറ സഭയിൽ എല്ലാ നബിമാരും നമ്മളെ കൈവിടുന്ന സമയത്ത്, കൈവിടുകയല്ല, അവരൊക്കെ നഫ്സി സ്വന്തം നഫ്സിനെയാണ്, നഫ്സിനെ വിളിച്ചുകൊണ്ട് എന്റെ നഫ്സിനെ ആദ്യം രക്ഷപ്പെടുത്തും എന്ന രീതിയിലാണ്. പക്ഷെ ആ സമയത്ത് ഉമ്മത്തി എന്ന് പറയുന്ന ഒരേ ഒരു വ്യക്തി. അപ്പൊ അവിടുത്തെ ശഫാഅത്ത് കിട്ടാൻ നമുക്ക് നമ്മുടെ യഥാർത്ഥ ജീവിതമായിട്ടുള്ള സ്വർഗീയമായ ലോകത്തുള്ള നമ്മുടെ ജീവിതം അത് നമുക്കൊരിക്കലും നേടാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ അവിടത്തോടുള്ള സ്നേഹപ്രകടനമാണ്. അല്ലാഹു തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ അന്ന് വെള്ളിയാഴ്ച മക്കത്ത് പിരിവ്, അത് നമ്മൾ ഈ കാര്യത്തിൽ